പിടികൂടുന്നതും പിടിച്ചിട്ട് കരണം പുകച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വരുന്നതും അവന് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലേക്ക് ആവുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അവൻ കിടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പൈപ്പുണ്ട് കിണറ്റിൽ, ആ കിണറ്റിലെ പൈപ്പിൽ മുറുകെ പിടിച്ചാണ്, ഒറ്റ കൈ ആണെന്ന് ഓർക്കണം, ആ കൈ കൊണ്ട് മുറുകെ പിടിച്ച് കിണറിൽ ആരും കാണാത്ത രീതിയിലാണ് അവൻ കിടന്നത്. അതിൻ്റെ അടുത്തല്ല CPIM ഓഫീസൊക്കെ ഉള്ളതാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവനെ കിണറ്റിൽ ഒളിച്ച് കിടന്നു. ആദ്യ സമയത്ത് കിണറ്റിൽ കിടക്കുന്ന ഗോവിന്ദചാമി ആരും കണ്ടില്ല, കിണറ്റിൽ നോക്കിയെങ്കിലും കണ്ടില്ല, കാരണം ഇവൻ ആ മൂലയ്ക്കോട്ട് കിടക്കുകയായിരുന്നു, വെള്ളത്തിൽ മുങ്ങിയില്ല. പിന്നീട് അതിനുശേഷം വീണ്ടും കുറച്ച് പേർക്ക് സംശയം തോന്നി അടുത്തേക്ക് വന്നപ്പോൾ നോക്കിയപ്പോൾ കിണറ്റിൽ ഒരാളുണ്ട്. പെട്ടെന്ന് ഇവൻ മുങ്ങുകയും ചെയ്തു. മുങ്ങിയതിന് ശേഷം ശ്വാസം കിട്ടാതായപ്പോൾ മുകളിലേക്ക് പൊങ്ങി വന്നിട്ട് അവിടെ നോക്കിയ ആളുകളുടെ അടുത്ത് കത്തി കൊണ്ടിട്ട് നിന്നെ കൊന്നുകളെന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായി. പിന്നീട് അവർ നീ പോടാന്ന് പറഞ്ഞിട്ട് പോലീസുകാരും നാട്ടുകാരെയും വിളിച്ച് വരുത്തിയതിന്റെ ഫലമായിട്ട് എല്ലാവരും വന്നങ്ങ് പഞ്ഞി കിട്ടിട്ട് ഇവനെ എടുത്തോണ്ട് പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഒരുപക്ഷെ ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ ഗോവിന്ദചാമിയെ പിടിച്ചിരിക്കുന്നു. മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. രാഹുൽ ഓടിക്കോളൂ. ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ.